ഇത് ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രിയിലും അറിയപ്പെടുന്ന മോസ്റ്റ് ഇൻ ഡിമാൻഡ് ആക്ട്രസിനെ പറ്റിയാണ്. 22ാമത്തെ വയസ്സിൽ അവരെടുത്തൊരു സുപ്രധാന തീരുമാനം എങ്ങനെ അവരുടെ കരിയർ ഗ്രാഫ് മാറ്റി. പറഞ്ഞു വരുന്നത് കന്നഡ ആക്ട്രസ് രശ്മിക മന്ദാനയെ പറ്റിയാണ്. 2016 പുറത്തിറങ്ങിയ കിരിക് പാർട്ടി എന്ന കന്നഡ ചിത്രത്തിലൂടെ അരങ്ങേറിയ ഇവർ ഇന്ന് ബോളിവുഡ് മെഗാസ്റ്റാർ സൽമാൻ ഖാന്റെ നായിക പദം വരെ എത്തി നിൽക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് ഇവർ സുപരിചിതയാവുന്നത് ഒരുപക്ഷെ 2018 പുറത്തിറങ്ങിയ ഗീതാ ഗോവിന്ദം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരിക്കും. ആ ചിത്രം വൻ വിജയമായതോടുകൂടി തെലുങ്കിലും തുടർന്ന് തമിഴിലും ഒരുപാട് അവസരങ്ങൾ ഇവരെ തേടി എത്തി. ആ യാത്രയുടെ ഒടുക്കം അതാത് ഇൻഡസ്ട്രികളിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളുടെ നായികയാവാനും അവർക്ക് സാധിച്ചു. തെലുങ്കിൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ നായികയായി സരിലേരു നീക്കവരു, തമിഴിൽ ഇളയ തളപതി വിജയുടെ നായികയായി വാരിസ് എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. എന്നാൽ അവരുടെ സക്സസ് ജേണി അവിടം കൊണ്ടും അവസാനിച്ചില്ല. 2022 ഗുഡ് ബൈ എന്ന സിനിമയിലൂടെ അവർ ബോളിവുഡിലും ചുവടുവെച്ചു. ശേഷം 2023 രൺബീർ കപൂറിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അനിമൽ, 2025 ബോളിവുഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ വിക്കി കൗശൽ നായകനായ ഛാവ, ഇതിലെല്ലാത്തിലുമുപരി ഹിന്ദി ലാംഗ്വേജിൽ നിന്ന് മാത്രം 800 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ പുഷ്പ 2 എന്നീ സിനിമകൾ അവരുടെ കരിയർ ഗ്രാഫ് കുത്തനെ ഉയർത്തി. അവരുടെ അവസാന 3 ബോളിവുഡ് സിനിമകളിലെ കളക്ഷൻ മാത്രം 3000 കോടിക്കും മേലെയാണ്. 10-15 വർഷങ്ങളോളം ബോളിവുഡിൽ ടോപ്പ് സ്പോട്ടിൽ നിലനിന്നിരുന്ന നായികമാർക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ബോക്സ് ഓഫീസ് നമ്പറാണത്. ഇനി ബോളിവുഡിൽ അവരുടെ അടുത്ത ചിത്രം 2025 ഈദ് റിലീസായി വരാനിരിക്കുന്ന സൽമാൻ ഖാൻ നായകനായ സിക്കന്ദർ എന്ന സിനിമയാണ്. തമിഴിലെ ഹിറ്റ് മേക്കറായ AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്കും വലിയ പ്രതീക്ഷയാണ് ബോളിവുഡിൽ ഉള്ളത്. ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇത്രയും സെൻസേഷനായ മറ്റൊരു നായിക ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ കരിയർ മുന്നോട്ട് പോകുമ്പോഴും പല സമയങ്ങളിലും അവരുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. അതിലൊന്ന് താൻ വളർന്നു വന്ന കന്നഡ ഇൻഡസ്ട്രിയെ അവർ അവഗണിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ചൂടേറിയ മറ്റൊരു വിവാദം അവരുടെ കരിയറിന്റെ തുടക്കത്തിലുണ്ടായിട്ടുണ്ട്. തന്റെ അരങ്ങേറ്റ സിനിമയായ കിരിക് പാർട്ടിയിലെ നായകനും എഴുത്തുകാരനുമായ രക്ഷിത് ഷെട്ടിയുമായുള്ള അവരുടെ എൻഗേജ്മെന്റ് ആയിരുന്നു അത്. എന്നാൽ 2017 എൻഗേജ്ഡ് ആയ ഇവർ 2018 ആ എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്യുകയായിരുന്നു. മാധ്യമങ്ങൾ അതിന് പല കാരണങ്ങളും നൽകുന്നുണ്ട്. കല്യാണം കഴിയുന്നതോടുകൂടി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് രക്ഷിത് ഷെട്ടിയുടെ ഫാമിലി രശ്മികയോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അതിലൊന്ന്. എന്നാൽ ഗീതാ ഗോവിന്ദം എന്ന സിനിമയിലെ തന്റെ കോസ്റ്റാർ ആയ വിജയ് ദേവരകൊണ്ടയുമായി രശ്മികയ്ക്കുണ്ടായ അഫെയർ ആണ് കല്യാണം മുടങ്ങാൻ കാരണമെന്ന് മറ്റൊരു വാദം. എന്നാൽ എൻഗേജ്മെന്റ് ബ്രേക്ക് ആയതിനു ശേഷമാണ് വിജയ് ദേവരകൊണ്ടയുമായി റിലേഷനിലായത് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എനിവേസ്, എല്ലാത്തിനും ഒടുക്കം 2018 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന രശ്മിക തന്റെ കരിയർ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആ എൻഗേജ്മെന്റിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും അവരുടെ കരിയറിൽ അവരെടുത്ത ഏറ്റവും നിർണായകമായൊരു തീരുമാനം. എന്തു തന്നെയായാലും അതിനുശേഷം അവരുടെ കരിയർ ഒരുപാട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇവരാരുടെയും പേഴ്സണൽ ലൈഫുമായി നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അതിലെ ശരിയും തെറ്റും നമ്മൾ പറയാൻ പാടില്ല. എന്നിരുന്നാലും ഒരു അഭിനേത്രി എന്ന നിലക്ക് ആ തീരുമാനം അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ മോസ്റ്റ് ഇൻ ഡിമാൻഡ് ആക്ട്രസ് എന്ന പദവിയിലേക്കാണ്.